അസ്സലാമു പണ്ട് നാട്ടിൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഇസ്ലാമിക് ചരിത്ര കഥയാണ്. എല്ലാവരും കേൾക്കില്ലേ? പണ്ട് നാട്ടിൽ ജമാൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. പക്ഷെ അയാൾക്കൊരു തെറ്റുപറ്റിപ്പോയി. ഒരു ദിവസം അയാൾ പുഴയരികിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ പുഴയിലൂടെ ഒഴുകി വന്നൊരു ആപ്പിൾ കണ്ടത്. അയാളതെടുത്തു. ഹായ്, നല്ല പഴുത്ത ആപ്പിൾ. അയാളത് ഭക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അയാൾക്ക് മനസ്സിലായത് ഇതേതെങ്കിലും തോട്ടത്തിലേതാണോ. അയാൾ ആപ്പിൾ ഒഴുകി വന്ന ദിശയിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അയാൾ ആപ്പിൾ തോട്ടം കണ്ടെത്തി. പുഴയുടെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ പുഴയരികിൽ നിങ്ങളുടേതല്ലാതെ വേറെ ഏതെങ്കിലും ആപ്പിൾ തോട്ടമുണ്ടോ? അപ്പോൾ ഉടമസ്ഥന് പറഞ്ഞു, എന്താ കാര്യം? പുഴയിലൂടെ ഒഴുകി വന്നൊരു ആപ്പിൾ ഞാൻ അറിയാതെ ഭക്ഷിച്ചു. ഇത് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരില്ലേ? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, കുറച്ചു കാലം എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കണം. 2, എൻ്റെ മകളെ വിവാഹം കഴിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. അങ്ങനെ കുറച്ചു കാലം തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് ജമാൽ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് പോയി. മോളെ സുമയ്യ, എന്താ ഉപ്പ? ഇത് കേട്ട ജമാൽ അത്ഭുതപ്പെട്ടു. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല എന്ന്? ഞാൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മകൾക്ക് തെറ്റുകൾ കാണാൻ കഴിയില്ല, തെറ്റുകൾ കേൾക്കാൻ കഴിയില്ല, തെറ്റുകൾ സംസാരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉടമസ്ഥന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ മുഴുവൻ സമ്പാദ്യവും അവർക്ക് നൽകി. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായോ? എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.